പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിക്കുവാനിടയായിത്തു. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും: മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത് മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തിലുള്ള വിശ്വാസമാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ. റോമാലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇത് പറയുവാനുണ്ടായ കാരണം, അബ്രഹാമിന്റെ ചരിത്രം എന്തുകൊണ്ട് പറഞ്ഞു? അബ്രഹാമിന്റെ വിശ്വാസം നമുക്കുമുണ്ടെങ്കിൽ നമുക്കും അത് സാധ്യമായി തീരും. ഹല്ലേലൂയ. റോമർ 4:20 പറയുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് സംശയിക്കാതെ പൂർണ്ണമായി വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ തക്ക സമയത്ത് ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ തീരും. റോമർ 4:24-25 പറയുകയാണ്, എന്തുകൊണ്ടാണ് അബ്രഹാമിന്റെ ചരിത്രം പൗലോസ് പറയുന്നത്? നമ്മെ വിചാരിച്ചും കൂടിയാകുന്നു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനുമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടാനുള്ളതാകിയാൽ തന്നെ. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടാൻ ഉള്ളതാകിയാൽ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അബ്രഹാമിന്റെ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ നിർജീവ അവസ്ഥകളും മാറും എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് പൗലോസ് അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. ആ നീതീകരണ ബോധത്തിൽ നടക്കുന്നവർക്കാണ് വിശുദ്ധീകരണം സംഭവിക്കുന്നത്. ആ വിശുദ്ധീകരണം സംഭവിച്ചവർക്കാണ് തേജസ്കരണം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 29-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മളെ എന്ത് ചെയ്തു? ദൈവം മുൻ നിയമിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. വിളിച്ചവരെ നീതീകരിച്ചവരെ എന്ത് ചെയ്യുന്നു? വിശുദ്ധീകരണം അവർക്ക് സംഭവിക്കുന്നു. നീതീകരണ ബോധ്യത്തിൽ നടക്കുന്നവർക്ക് വിശുദ്ധീകരണം സംഭവിച്ചവർക്ക് തേജസ്കരണവും. അതുകൊണ്ട് പൗലോസ് പറയുന്നു, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ദൈവം നിങ്ങളെ എല്ലാവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ.